രാജ്കുമാർ, നേരത്തെ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് ഈ രക്ഷാപ്രവർത്തനം എത്രത്തോളം ദുഷ്കരവും എത്ര ദുഷ്കരമാണെന്നുള്ള കാര്യം. ഈ തട്ടുകളായി ഇത്തരത്തിൽ ഈ പാറ പൊട്ടിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ രണ്ട് വെല്ലുവിളികളാണ് ഈ ദൗത്യസംഘത്തെ നേരിടുന്നത്. അതിൽ ഒന്ന്, നിലവിലുള്ള ഈ അജയ് റായി ബീഹാർ സ്വദേശി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക, അതോടൊപ്പം തന്നെ അവിടെ എത്തിക്കുന്ന ക്രെയിൻ ഉൾപ്പെടെയുള്ള, അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തകരായ അവർക്ക് മറ്റ് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുക. വളരെ ശ്രമകരമായ ദൗത്യം. വളരെ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതിൻ്റെ ഒരു ആഴത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ. രാജ്കുമാർ, ഇത് ഹെക്ടർ കണക്കിന് ഭൂമിയാണ് ഇതിൻ്റെ ഉടമ സ്വന്തമാക്കിക്കൊണ്ട് ഈ പറയുന്ന പാറഖനനം പതിറ്റാണ്ടുകളായി ഇവിടെ തുടരുന്നത്. അപ്പോൾ ഇത് ഒന്നോ രണ്ടോ ദിവസത്തല്ല, ഈ നിരവധി വർഷങ്ങളായി തുടരുന്ന ഒരു ഖനന ഭൂമി കൂടിയാണിത്. അപ്പോൾ ഇത് വലിയ എത്രയോ അടി, അതായത് ഒരു മീറ്ററിൻ്റെ നീളത്തിൽ പറഞ്ഞാൽ ഏതാണ്ട് 300, 350, 400 മീറ്റർ നീളത്തിലാണ്, ആഴത്തിലാണ് ഇപ്പോൾ മുകളിൽ നിന്ന് പരിശോധിച്ചാൽ ഇതിൻ്റെ ഖനനം ചെയ്ത് പാറ തുരന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടുതൽ ഈ വിസ്തൃതിയിലേക്ക് ഇത് ഉണ്ട്. ഇത് ഇനിയും മറ്റുള്ള ഭാഗങ്ങളും അദ്ദേഹം വാങ്ങുന്നതായിട്ടാണ് പ്രദേശവാസികൾ പറയുന്നത്. പ്രദേശവാസികൾക്ക് ഇതുകൊണ്ട് പല ബുദ്ധിമുട്ടുകൾ. ഏതൊരു പാറ കോറിയെടുത്താലും അതിനി ഔദ്യോഗികമായി അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന കോറിയാണെങ്കിലും അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന കോറികളാണെങ്കിലും നാട്ടുകാർക്ക് എന്നും ശല്യമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വാഹന ഓട്ടം തന്നെ പലർക്കും ഒരു ഭീകരമാണ്. അതേസമയം തന്നെ നാടിൻ്റെ നിർമ്മിതിക്ക് റോ മെറ്റീരിയൽ എന്ന നിലയിൽ പാറ നമുക്ക് ഇല്ലാതെ ഒരു സെക്കൻഡ് പോലും ഒരു നിർമ്മിതിയും നടക്കില്ല. അതിപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആണെങ്കിലും ദേശീയപാത നിർമ്മാണത്തിൻ്റെ ആണെങ്കിലും കെട്ടിട നിർമ്മാണം, പാലം നിർമ്മാണം തുടങ്ങി എല്ലാ നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമായ ഒരു ഘടകം കൂടിയാണ് പാറ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇതുപോലുള്ള വിഭവശേഷികൾ ഫലപ്രദമായി ഉപയോഗിക്കുക തന്നെ വേണം. അതേസമയം ഇതുപോലത്തെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടി അവിടെ പാലിക്കണമെന്നുള്ളത് ചട്ടപ്രകാരം തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അതിലിവിടെ ജിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പോലീസ്, അങ്ങനെ തുടങ്ങി വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, ഇവരെല്ലാം ഫയർ ആൻഡ് സേഫ്റ്റി. ഈ ക്വാറിയുമായി ബന്ധപ്പെട്ട് ഈ ജിയോളജി വകുപ്പിന്റെ അടക്കം ലൈസൻസ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ലൈസൻസ് ഉള്ള ഒരു ക്വാറിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഈ ക്വാറി ഉടമ കൂടുതൽ സ്ഥലങ്ങൾ കയ്യേറിയിട്ടുണ്ടോ എന്നുള്ളതടക്കം വിശദമായ റിപ്പോർട്ട് ഏതായാലും ജില്ലാ കളക്ടർ ജിയോളജി വകുപ്പിനോട് തേടുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ രാജ്കുമാർ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മെറ്റീരിയൽ തന്നെയാണ്, റോ മെറ്റീരിയൽ തന്നെയാണ് പാറ. പക്ഷേ എന്തായാലും ഇപ്പോൾ ഒരു വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നു. അത് ഒരു വലിയ വിരൽ ചൂണ്ടൽ കൂടിയാണ്. ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കേണ്ടി വരുന്നുണ്ടെന്നുള്ള കാര്യം കൂടി ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് ആ പയ്യനാമൺ അപകടത്തിലേക്ക് തന്നെ തിരികെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന NDRF സംഘം അവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ്, നേരത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സംസാരിച്ചതുപോലെ തന്നെ എല്ലാ തരത്തിലുമുള്ള ഈ മനുഷ്യ ഉപശേഷിയോട് ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ യന്ത്രസഹായത്താലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് പുരോഗമിക്കേണ്ടതുണ്ട്. ഇനി ഈ രണ്ട് ഉപകരണങ്ങൾ, ആലപ്പുഴയിൽ നിന്നുള്ള ഹിറ്റാച്ചി എക്സ്കവേറ്ററും അതോടൊപ്പം തന്നെ കൊല്ലത്തു നിന്നുള്ള ക്രെയിനും എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ രക്ഷാദൗത്യം ആരംഭിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെയാണോ നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? അതെ, ഇത് ഘട്ടം ഘട്ടമായിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ അത് ഇറങ്ങി നിലവിൽ അവിടുത്തെ ഒരു സാഹചര്യമാണ് ഈ 4 ഉദ്യോഗസ്ഥർ, അതായത് ടാസ്ക് ഫോഴ്സിൻ്റെ, കേരള ഫയർഫോഴ്സിൻ്റെ 2 പേരും, NDRFിൻ്റെ നാഷണൽ ഡിസാസ്റ്റർ ഇവരുടെ റെസ്ക്യൂ ടീമിൻ്റെ 2 പേരും, അങ്ങനെ 4 പേർ ഇറങ്ങി ആദ്യം അതിൻ്റെ ഒരു സ്ഥല പരിശോധന നടത്തി. ആ പരിശോധനയിൽ ഈ ക്രെയിൻ, അതായത് ഹിറ്റാച്ചിയുടെ പുറത്തേക്ക് 50 ടൺ വരെ ഭാരമുള്ള പാറക്കല്ലും മറ്റും മണ്ണും പതിച്ച് അത് ഞെരിഞ്ഞമർന്ന ഒരവസ്ഥയിലാണ്. ഈ ചെറിയ പാറകൾ നീക്കം ചെയ്തിട്ട് പോലും താഴേക്ക് 4 പേർ ചേർന്നു ഉയർത്താൻ പോലും കഴിയാത്ത വിധം ഭാരമുള്ള പാറകൾ അതിൻ്റെ മുകളിലുണ്ട്. ഒരുപക്ഷെ ഈ പാറ ഉയർത്താൻ ശ്രമിച്ചാൽ അതിൻ്റെ അടിത്തട്ടിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ മൂലം തന്നെ മുകളിലേക്കുള്ള അതിൻ്റെ തൊട്ട് മുകളിലുള്ള ആ മല ഇടിയാനുള്ള സാധ്യത വളരെ കൂടുതൽ. നിലവിൽ ഒരു ബാലൻസിങ്ങിലാണ് അത് നിൽക്കുന്നത്. ആ ബാലൻസിങ് ഒന്ന് തെറ്റിയാൽ അതിൻ്റെ മുകളിലുള്ള ആ മട മുഴുവനും അടർന്ന് വീഴാനുള്ള ഒരു സാധ്യത. അതിപ്പോൾ നമ്മളിവർ ഈ ചെയ്ത് തൊട്ട് മുകളിൽ കയറിയ ഉടൻ തന്നെ ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ മണ്ണിടി, ഈ പാറയും മറ്റും ദൗത്യത്തിന്റെ ഒരു നേരത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രാജ്കുമാർ, നേരത്തെ കളക്ടർ പറഞ്ഞതും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞതുമായ കാര്യങ്ങൾ, മുകളിൽ നിന്നുള്ള ഒരു രക്ഷാപ്രവർത്തനം, മുകളിൽ നിന്ന് ഈ ക്രെയിൻ ഉപയോഗിച്ച് ഹിറ്റാച്ചിയെ മുകളിലേക്ക് എടുക്കുക എന്നുള്ളത് നടക്കാൻ സാധ്യതയില്ലെന്ന് നമുക്കിപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നു. അതിന് ഈ വിദഗ്ധർ വന്നതിന് ശേഷം അറിയാൻ കഴിയും. പക്ഷേ നിലവിൽ ഈ ഹിറ്റാച്ചി, ഈ എക്സ്കവേറ്ററിനെ താഴേക്ക് ഇടുക എന്നുള്ള പരിപാടിയിലാണ്, അങ്ങനെ ഒരു പ്രവർത്തനത്തിനാണ് നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ കളക്ടറും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് പര്യാപ്തമായ ഉപകരണങ്ങൾ ഈ ക്രെയിൻ അടക്കം കൊണ്ടുവന്നാൽ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ?
അതായത് ഇപ്പൊ ഈ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ മുകളിലുള്ള ക്രെയിൻ കൊണ്ട് ഇതിനെ ഉയർത്താൻ ശ്രമിച്ചാൽ ഭാരത്തിന്റെ പ്രശ്നം കാരണം ആ മുകളിലുള്ള ക്രെയിൻ മറിയാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്, സാധ്യതയുണ്ട്. അത് വീണ്ടും മറ്റൊരു അപകടത്തിലേക്കും കാഷ്വാലിറ്റിയിലേക്കും ആളപായം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കും. ഇത് മനസ്സിലാക്കിയിട്ടാണ് അവർ താഴേക്ക് ഇറങ്ങി ഇത് മൊത്തവും പരിശോധിക്കുകയും നിലവിൽ നേരത്തെ ഹുക്ക് ചെയ്ത്, അതായത് ഇതിൽ ഇരുമ്പ് റോഡുകൾ, ഇരുമ്പ് കയറുകൾ കൊണ്ട് അത് ബന്ധിപ്പിക്കാനുള്ള അവിടെ ഒരു സാഹചര്യം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ബന്ധിപ്പിച്ചതിന് ശേഷം താഴേക്ക് വലിച്ചിടാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതാവുമ്പോൾ കുറച്ചുകൂടി സേഫ്റ്റി ഉണ്ടാകും. ആ ഒരു സേഫ്റ്റിയാണ് അപ്പോൾ അവരിപ്പോൾ നിലവിൽ പരിഗണിക്കുന്നത്. അതിനാണ് ഈ പറയുന്ന ഭാരം ഇത് വലിച്ചിങ്ങോട്ടേക്ക് ഇടാനുള്ള ഹിറ്റാച്ചി കൊണ്ടുവരാൻ ക്രെയിൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ഹിറ്റാച്ചിക്ക് വേണ്ടി കാത്തിരിക്കുന്നതും. ഇനി ഇത് മാത്രമേ റെസ്ക്യൂ ഓപ്പറേഷന് മുന്നിലുള്ള ഇപ്പോൾ ഈ ഘട്ടത്തിലുള്ള ഒരു പോംവഴിയായിട്ട് അവരുടെ പ്ലാൻ അനുസരിച്ച് അതായത് പത്തനംതിട്ട ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതിൻ്റെ ചെയർമാൻ കൂടിയാണ് ജില്ലാ കളക്ടർ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ അർദ്ധരാത്രിയും ഇന്ന് പുലർച്ചെയും ഒക്കെ വീണ്ടും യോഗം ചേർന്നിരുന്നു. ഇതിൽ മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് സംഭവിക്കുന്നുള്ള വിവരങ്ങൾ ജില്ലാ കളക്ടറോട് ആരാഞ്ഞിരുന്നു. ഇതിൻ്റെ റിപ്പോർട്ടുകൾ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇവരെല്ലാം സംസ്ഥാന ഗവൺമെൻറ് ജില്ലാ ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതിൻ്റെ റെസ്ക്യൂ ഓപ്പറേഷനും മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇനി ഒരാൾ കൂടി ഒരു അപകടം സംഭവിക്കരുത് എന്നൊരു കൃത്യമായ ദൃഢനിശ്ചയത്തോടു കൂടി ഒരു തീരുമാനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ പറഞ്ഞ റെസ്ക്യൂ ഓപ്പറേഷൻസ് പുരോഗമിക്കുന്നത്.